വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ഐശ്വര്യമായിട്ട് മഴയും നല്ല മൂടിയൊരു കാലാവസ്ഥയാണ്. എനിക്കിഷ്ടമാണ്. ഇപ്പം നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടല്ലോ, എൻ്റെ ഇൻട്രോ കണ്ടില്ലേ, ആ ഒരു സീനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. സോ നമ്മൾ ഇങ്ങനെ എനിക്ക് സൺലൈറ്റിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം നല്ല റെയിനി ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് കഴിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് കഴിക്കുന്നത്, അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാം അല്ലേ? കമോൺ. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് അത്യാവശ്യമാണ്. എന്നിട്ട് പോലും ഞാൻ ചായ കുടിക്കത്തുള്ളൂ. അതും നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടിയിലോട്ട് കടക്കത്തുള്ളൂ. അപ്പം ചായ ഈ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് അത്യാവശ്യമായിട്ടൊരു സാധനമാണ്. ഈ ഒരു ദിവസത്തെ എൻ്റെ ഊർജ്ജം എനിക്ക് തരുന്നത് ഒരു മഗ് ചായയാണ്. ഒരു ഗ്ലാസ്സല്ല, ഒരു മഗ്. പിന്നെ എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ പെറ്റും. ഇവൾക്കും ഇവളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് പാലിൽ നിന്നാണ്. പാൽ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പാലിങ്ങനെ പഞ്ചസാര കലക്കി പാൽ കൊടുത്തു കഴിഞ്ഞാൽ, പാലും ചായയും കൊടുക്കും, കൂടുതലും പാലാണ്. അവളെ ഇങ്ങനെ കുറച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക. രാവിലെ ഇങ്ങനെ ഉറപ്പിച്ച് എണീറ്റ് വരുന്നതിൻ്റെ ഒരു പരിവായി ഇപ്പോൾ ഈ കാണുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണല്ലോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചെമ്പാവിൻ്റെ പുട്ട് കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി. അരിപ്പുട്ട് ഗോതമ്പുട്ട് കഴിച്ച് മടുത്തതിന് ശേഷം നമ്മൾ ചെമ്പാവിലോട്ട് കടന്നു. ചെമ്പാവിൻ്റെ പുട്ട് നല്ല ടേസ്റ്റാണ്. അത് ഒരു പഴം കൂട്ടി ഞാനങ്ങ് കഴിച്ചു. എനിക്ക് പഴം അത്ര ഇഷ്ടമല്ലാത്ത സാധനമാണ്, പക്ഷേ ചെമ്പാവിൻ്റെ പുട്ട് വെറുതെ തിന്നാനും ടേസ്റ്റാണ്. ഇങ്ങനെ പഴം കൂട്ടി കഴിക്കാനും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഒരു പഴവും അരക്കുറ്റി പുട്ടും കൂടെ ഇങ്ങനെ കുഴച്ച് ഞാൻ കഴിച്ചു. ചിലവർ പഞ്ചസാരയൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഞാനിപ്പം പഞ്ചസാര വർജിച്ച് വെച്ചിരിക്കുകയാണ്. പഞ്ചസാര എവിക്റ്റഡ് ഫ്രം മൈ ലൈഫ്. അതാണ് ഇതുവരെയുള്ള തീരുമാനം. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ വളരെ സക്സസ് ആയിട്ട് പഞ്ചസാര ഇങ്ങനെ ഞാൻ ഒഴിവാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ഇതാണ്. ഇനി ഉച്ചക്കത്തേനുള്ള കലാപരിപാടിയാണ്. ഉച്ചക്കത്തേന് വെണ്ടയ്ക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് സമ്മന്തിപ്പൊടി പോലെ, പക്ഷേ സമ്മന്തിപ്പൊടിയല്ല, തേങ്ങ കൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കിയതാണ്. പിന്നെ മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ നത്തോലി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലേശം ഉപ്പും മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം മോര് കാച്ചിയത്, വെണ്ടയ്ക്ക പൊട്ടറ്റോ ഇട്ടൊരു തോരൻ, പിന്നെ നത്തോലി വറുത്തത്, പിന്നെ നമ്മുടെ സമ്മന്തിപ്പൊടി പോലത്തെ സാധനം. അതിന് മാമോദിസ മുക്കാത്തതുകൊണ്ട് പേരിട്ടിട്ടില്ല. അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻറ്റ് തന്നെ കേട്ടോ, പറഞ്ഞുതരാം. പിന്നെ രാത്രിയിലത്തെ ഡിന്നർ, അത് രാവിലത്തേൻ്റെയും ഉച്ചക്കത്തെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, വല്ല പുതുമയൊന്നും കാണത്തില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ഇത്തിരി പുട്ടും വെച്ചുണ്ടായിരുന്നു. അത് ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കോംബോകളാട്ടോ. ആ സമ്മന്തിപ്പൊടിയും പിന്നെ മോര് കാച്ചിയതും ചേർത്ത് ചെമ്പാവിൻ്റെ പുട്ട് മിച്ചമുള്ളത് ആദ്യത്തെ ഫസ്റ്റ് ടേക്ക് അതായിരുന്നു. അത് ഞാൻ കഴിച്ചതിന് ശേഷം പിന്നെ ആഡംബരം ഒട്ടുമില്ലാതെ ഉണ്ടാക്കി വെച്ച ചീനച്ചട്ടിയിൽ നമ്മുടെ ആ ഒരു മെഴുക്ക് പുരട്ടി വെച്ച ചീനച്ചട്ടി കേട്ടോ, അതിൽ കുറച്ച് ചോറ് ഉച്ചയ്ക്ക് വെച്ച് വന്നത് കൂടെ കൂട്ടിക്കഴിച്ച് മിച്ചം വരുന്ന ചോറ് ഇതുപോലെ ചട്ടിക്കകത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. ശരിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ചട്ടിച്ചോറെന്ന പേരിൽ വലിയ വലിയ ഹോട്ടലുകാരൊക്കെ വിളമ്പുന്നത് അല്ലേ? അതെ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു.